ഈ സന്യാസി തന്റെ ജീവൻ രക്ഷിക്കാനായി ഒറ്റരാത്രി കൊണ്ട് ഒരു പുസ്തകം എഴുതാൻ നിർബന്ധിതനായി. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഡെവിൾസ് ബൈബിൾ എന്നും അറിയപ്പെടുന്ന കോഡെക്സ് ഗിഗാസ് എഴുതിയത് ഒരു സന്യാസിയാണ്. അദ്ദേഹം തന്റെ ആശ്രമപ്രതിജ്ഞകൾ ലംഘിക്കുകയും മരണത്തിന് വിധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. വധശിക്ഷ ഒഴിവാക്കാനായി ഒരു രാത്രി കൊണ്ട് സൃഷ്ടിയുടെ എല്ലാ രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അർദ്ധരാത്രിയിൽ തനിക്ക് പുസ്തകം പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും ജീവനോടെ കുഴിച്ചുമൂടപ്പെടുന്നതിലൂടെ വേദനാജനകമായ സാവധാനത്തിലുള്ള മരണം ഉടൻ സംഭവിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഭയത്തോടെ അവൻ സാത്താനുമായി ഒരു കരാർ ഉണ്ടാക്കി പുസ്തകം പൂർത്തിയാക്കാൻ കണ്ണീരോടെ അപേക്ഷിച്ചു. ഏതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്നതിനേക്കാളും വേഗത്തിലാണ് സാത്താൻ പുസ്തകം പൂർത്തിയാക്കിയതെന്ന് സന്യാസി അവകാശപ്പെട്ടു. നന്ദി സൂചകമായി സന്യാസി തന്റെ പുതിയ യജമാനന്റെ ഒരു ചിത്രം പുസ്തകത്തിൽ ചേർത്തു. അവൻ സ്വന്തം രക്തത്തിൽ നിന്നും മലത്തിൽ നിന്നും മഷി ഉണ്ടാക്കി. പുസ്തകം നിർമ്മിക്കാൻ 160-ലധികം മൃഗങ്ങളുടെ തൊലികൾ ഉപയോഗിച്ചു. പിന്നീട് നിരവധി പരിശോധനകൾ നടത്തി. കാലിഗ്രാഫിക്ക് മാത്രം 20 വർഷം നിർത്താതെയുള്ള എഴുത്ത് വേണ്ടിവരുമെന്ന് കണക്കാക്കപ്പെട്ടു. അതുകൊണ്ടാണോ